സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പറയുമ്പോ ആ വേഷത്തോടെ നമ്മൾ പറയാറുണ്ട്, ശൈഖുനാ ശംസുൽ ഉലമ പരിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വഫാത്തായത്, വുളൂഓടുകൂടെ മരണപ്പെട്ടു പോയത്, അവസാനത്തെ രാത്രിയും ആശുപത്രി കിടക്കയിൽ തഹജ്ജുദ് നിസ്കരിച്ചത്, വെള്ളിയാഴ്ച രാവിൽ, തിങ്കളാഴ്ച രാവിൽ, നല്ല നല്ല രാവുകളിൽ, നല്ല നല്ല മാസങ്ങളിൽ പുഞ്ചിരിയോടുകൂടെ വഫാത്തായി പോയവർ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വഫാത്തായി പോയവർ, അതോടൊപ്പം തന്നെ നല്ല റാഹത്തോടെ ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ച് മരണപ്പെട്ടു പോയവർ. എന്തേ? അവര് മൗലിദ് ഓതി, അവര് ഹദ്ദാദ് ചൊല്ലി, അവര് ഖുത്ബിയത്ത് ചൊല്ലി, അവരെല്ലാ നന്മകളും ചെയ്തു. ആ പാരമ്പര്യം നിലനിർത്തി നമ്മളും ആഗ്രഹിക്കുന്നത് അതല്ലേ? ഇവിടെ ഹദ്ദാദ് ചൊല്ലുന്നവരുണ്ടാവണം, മൗലിദ് ഓതുന്നവരുണ്ടാവണം, ഖുത്ബിയത്ത് നടത്തുന്നവരുണ്ടാവണം, ഔലിയാക്കളെ പിൻപറ്റുന്നവരുണ്ടാവണം. ഈ പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ആളുകൾ അവരുടെ ആ മക്കളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഔലിയാക്കളുടെ ത്വരീഖത്തില്ല, ബൈഅത്ത് ചെയ്യലില്ല, ഖുത്ബ് എന്ന പദവിയില്ല, ഗൗസ് എന്ന പദവിയില്ല, അങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല. ആത്മീയതയുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായ നിർവചനങ്ങളുടെ വാക്കുകൾ പോലും അതൊക്കെ ബിദ്അത്താണ് എന്ന് മക്കളെ പഠിപ്പിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് CIC. നിരന്തരം സമസ്ത തിരുത്താൻ ആവശ്യപ്പെട്ടു, തിരുത്താൻ തയ്യാറാവുന്നില്ല. പുസ്തകങ്ങളിലൂടെ, അവരുടെ സിലബസിലൂടെ, അവരുടെ ഇടപെടലുകളിലൂടെ, അവരുടെ ക്ലാസുകളിലൂടെ ഈ വളർന്നു വരുന്ന മക്കളെ സമസ്തയുടെ വിരോധികളാക്കി, മുഷാവറയുടെ വിരോധികളാക്കി, സമസ്തയെ നിന്ദിച്ച്, മുഷാവറയെ അവഹേളിച്ച്, ഉസ്താദുമാരെ കുറിച്ച് മോശം പറഞ്ഞുകൊടുത്ത് സമസ്ത വിരുദ്ധരായ ഒരു ടീമിനെ സൃഷ്ടിച്ച് ഈ പ്രസ്ഥാനത്തെ രണ്ടാക്കാമെന്ന് കൊതിച്ച് കാത്തിരിക്കുന്നവരുടെ മുന്നിലാണ് സയ്യിദുൽ ഉലമ ഈ 10 ദിവസത്തെ യാത്ര നടത്തിയത്. അവർക്കൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, നിങ്ങൾ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് ഉദ്ദേശിച്ച ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികളായിട്ടാണ് 10,000-കണക്കിന് ആളുകൾ ഓരോ സമ്മേളന നഗരിയിലും നിറഞ്ഞു കവിഞ്ഞത്. സയ്യിദുൽ ഉലമയെ കാത്ത് രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് പൊരിവെയിൽ കൊണ്ട് 2:30-3 മണി വരെ സദസ്സനങ്ങാതെ കാത്തിരിക്കുകയാണ്. 4 മണിക്ക് തുടങ്ങിയ ഓരോ പോയിന്റുകളും രാത്രി 10 മണി, ചിലപ്പോ 10:30 മണി വരെ ഒരാളും ഒഴിഞ്ഞു പോകാതെ സയ്യിദുൽ ഉലമയുടെ അവസാനത്തെ സന്ദേശ പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് സദസ് 4-5 മണിക്കൂറും വെയിലുകൊണ്ട് വെള്ളം കുടിക്കാതെ കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? സയ്യിദുൽ ഉലമയെ കേൾക്കാൻ, ഞങ്ങൾ അങ്ങയുടെ പിന്നിലാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. തക്ബീറുകൾ സയ്യിദുൽ ഉലമയെ കാണുമ്പോഴേക്ക് മുഴക്കുന്നത്, സയ്യിദുൽ ഉലമ എന്ന് പറയുമ്പോഴേക്ക് തക്ബീർ ചൊല്ലുന്നത്, തക്ബീർ കേൾക്കുമ്പോഴേക്ക് ആലസ്യമുണ്ടാക്കുന്നവരോട്, അസ്വാരസ്യമുണ്ടാക്കുന്നവരോട് എന്തിനാണ് നിങ്ങൾക്ക് ബേജാറ്? ഇത് കേവലം ഒരു ആവേശമല്ല. സയ്യിദുൽ ഉലമയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അത് ശംസുൽ ഉലമയുടെ ആത്മീയ ധാര ഇന്ന് ഉമ്മത്തിന് കൈമാറുന്നവരാണ്. ശംസുൽ ഉലമയെ കാണാത്തവർക്ക്, വരക്കൽ തങ്ങളെ കാണാത്തവർക്ക്, ഖുതുബുസ്സമാനെ കാണാത്തവർക്ക് ആ തലപ്പാവിലൂടെ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ കാണാം. മമ്പുറം തങ്ങൾ ആത്മീയതയുടെ കിരീടം ചാർത്തിക്കൊടുത്ത മഹാനായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ പേരക്കുട്ടിയാണ് സയ്യിദുൽ ഉലമ. മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാം. അവിടുത്തെ ചൂണ്ടുവരലിലൂടെ നമുക്ക് ശംസുൽ ഉലമയെ കാണാം. അവിടുത്തെ നിലപാടിലൂടെ ശംസുൽ ഉലമയുടെ നിലപാട് കേൾക്കാം. അവിടുത്തെ ആത്മീയ ഉപദേശത്തിലൂടെ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി നമുക്ക് ബോധ്യപ്പെടാം. ഇത് ആത്മീയതയുടെ കബൂലിയത്താണ്. അതിലാരും അസൂയ വെച്ചതുകൊണ്ട് പ്രയോജനമില്ല. സയ്യിദുൽ ഉലമയെ കാണുമ്പോ, സമസ്തയെ കുറിച്ച് പറയുമ്പോ, സമസ്ത എന്ന് കേൾക്കുമ്പോ, സമസ്തയുടെ ഈ പതാക ഉയർത്തിക്കെട്ടുമ്പോ ഈമാനുള്ള സമസ്തക്കാരുടെ മനസ്സിൽ നിന്ന് തക്ബീറുകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അതാരുടെയും ഭീഷണിക്ക് മുന്നിൽ ഈ ഉമ്മത്തിന്റെ തക്ബീറുകൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി തക്ബീറുകൾ നിങ്ങൾക്ക് വേണോ? ഇതൊരു വെല്ലുവിളിയല്ല. കാസർകോട്ടെ കുണിയയിലേക്ക് വരാ, ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് തക്ബീർ ചൊല്ലുന്നത് കേൾക്കാൻ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ മഹാന്മാരുടെ ദുആക്ക് ആമീൻ ചൊല്ലുന്നത് കേൾക്കാൻ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതേപോലെ വരുന്ന ഫെബ്രുവരി 8-ന് ഒരു മഗ്രിബ് നിസ്കാരം നടക്കും. ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ മഅ്മൂമുകളാകും. 10,000-കണക്കിന് തങ്ങന്മാരുണ്ടാകും, 10,000-കണക്കിന് ഹാഫിളീങ്ങൾ ഉണ്ടാകും, യതീമുകളായ മക്കളുണ്ടാകും, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും, 10,000-കണക്കിന്
ആയിരക്കണക്കിന് ഔലിയാക്കൾ ഉണ്ടാകും. ആ ആത്മീയ സദസ്സിലേക്ക് നിങ്ങളെ നേരിൽ ക്ഷണിക്കാനാണ് സയ്യിദുൽ ഉലമ വരാനിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ.